Hi children, welcome to the fifth period of unit abacus. The teacher will say a number, show the number in the abacus. Teacher says the number 2. Here you can see a device on the table. This device is known as abacus. It has two legs, 1, 2. These legs represent ones and these legs represents tens. In these legs or in the legs of ones, if you put a bead, the number is 1. If you put 2 beads in this one's leg, the number is 2. Here teacher says the number 2. She puts 2 beads in this leg. Now that represents the number 2. ഈ പീരീഡിൽ അബാക്കസ് എന്നൊരു ഉപകരണമാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ടീച്ചർ പറയുന്ന സംഖ്യ നിങ്ങൾ അബാക്കസിൽ ക്രമീകരിക്കുക. 2. ടീച്ചർ 2 എന്ന സംഖ്യ പറഞ്ഞു. ഈ മേശപ്പുറത്തിരിക്കുന്ന ഉപകരണമാണ് അബാക്കസ്. ഇതിന് 2 കാലുകൾ കാണാം. ഇതിൻ്റെ വലത് സൈഡിലുള്ള കാലുകൾ ഒന്നുകൾ അല്ലെങ്കിൽ വൺസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇടത് സൈഡിലുള്ള കാലുകൾ ടെൻസ്. ഇവിടെ വൺസിൻ്റെ കാലിൽ നമ്മൾ ഒരു മുത്തിട്ടാൽ 1 എന്ന സംഖ്യയെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഈ കാലിൽ 2 മുത്തുകളിട്ടാൽ അത് 2 എന്ന സംഖ്യയെ കാണിക്കുന്നു. ഈ കാലുകളിൽ അങ്ങനെ 9 വരെ സംഖ്യകൾ ഇടാൻ കഴിയും. ഒരു കാലിൽ 9 മുത്തുകൾ ഇടാൻ കഴിയും. അപ്പോൾ ഇവിടെ 9 മുത്തിടുമ്പോൾ ഈ കാല് ഫുള്ളാകും. അപ്പോൾ ഈ സംഖ്യ 9. ഇനി 10 വന്നാൽ എന്ത് ചെയ്യും? 10നെ ഇതിൽ കാണിക്കാൻ നമ്മൾ ഈ 9 മുത്തുകൾ മാറ്റുന്നു. 9 മുത്തുകൾ മുഴുവൻ ഇതിൽ നിന്നും മാറ്റിയിട്ട് ഒരു മുത്ത് ഈ 10ൻ്റെ കാലിൽ ഇടുന്നു, അല്ലെങ്കിൽ ഇടത് സൈഡിലെ കാലിൽ ഇടുന്നു. ഇവിടെ ഒന്നുമില്ല, 10ൻ്റെ സ്ഥാനത്ത് ഒരു മുത്ത്. അപ്പം ഒറ്റയുടെ സ്ഥാനത്ത് ഒന്നുമില്ല എന്നതിനെ നമ്മൾ 0 എന്നതുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. 0. 10ൻ്റെ സ്ഥാനത്ത് 1, അപ്പോൾ നമ്പർ 10 ആയി. അങ്ങനെയാണ് ഈ അബാക്കസിൽ സംഖ്യകൾ ക്രമീകരിച്ച് കാണിക്കുന്നത്. ഡിഫറെൻറ്റ് നമ്പേഴ്സ് ഇൻ അബാക്കസ്. സം നമ്പേഴ്സ് ആർ റിട്ടൺ റൈറ്റ് ദ അതേഴ്സ്. റൈറ്റ് ദ റിമൈനിങ് നമ്പേഴ്സ്. ഹിയർ you can see a number showing in the abacus. In abacus there are 2 legs, ones and tens. In ones leg here is 2 beads. In tens leg there is no beads. So this represent the number 2. Here you can see 1, 2, 3, 4, 5, 6 beads in one's leg. There is no beads in tens leg. So this number represent the number 1, 2, 3, 4, 5, 6. 6 ones only 6, not tens. Here also you can see 1, 2, 3, 4, 5, 6, 7, 8, 9 beads in one's leg. There is no beads in tens leg, only 9 ones. So the number is 9. Here look, there is no beads in one's leg, only 1 bead in tens leg. So the number is 110 only. So the number is 10. Here you can see 3 beads in one's leg. So this is 3. And 1 beads in tens leg. This is 10. 10 and 3. 10 plus 3. 10 3. 13. Here you can see 9 beads in one's leg. 1 in tens leg. 10 and 9. 19. Here also you can see no beads in one's leg. So in one's place there is 0. 2 tens only. 2 tens 20. Here you can see 2 tens and 1, 2, 3, 4.
4 ones. 2 tens 20 and 4 ones 4. 20 plus 4 24. Here 2 tens and 1, 2, 3, 4, 5, 6, 7, 8, 9 ones. 2 tens 20 and 9 ones 9. 20 plus 9 29. അബാക്കസിലെ സംഖ്യകളിൽ ചിലത് എഴുതിയിട്ടുണ്ട്, ബാക്കിയുള്ളവ എഴുതാം. ഇവിടെ കുറേ അബാക്കസുകൾ കാണിച്ചിരിക്കുന്നു. അതിൽ ചില സംഖ്യകൾ കൊടുത്തിട്ടുണ്ട്, ചില സംഖ്യകൾ ഏതാണെന്ന് എഴുതിയിട്ടില്ല. എഴുതിയിട്ടില്ലാത്ത സംഖ്യകൾ കണ്ടെത്തുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒന്നാമത്തെ അബാക്കസ് നോക്കൂ. ഇവിടെ 1ൻ്റെ കാലിൽ 2 മുത്തുകൾ ഇട്ടിരിക്കുന്നു. 10ൻ്റെ സ്ഥലത്ത് മുത്തുകൾ ഒന്നും തന്നെ ഇല്ല, അവിടെ 10കൾ ഇല്ല. അപ്പോൾ 2 ഒന്നുകൾ മാത്രമുള്ള സംഖ്യ 2. ഇവിടെ നോക്കൂ, 1ൻ്റെ സ്ഥാനത്ത് 1, 2, 3, 4, 5, 6. 1, 2, 3, 4, 5, 6 മുത്തുകൾ. 10ൻ്റെ സ്ഥാനത്ത് ഇവിടെയും ഒന്നുമില്ല. 6 ഒന്നുകൾ മാത്രം ചേരുന്ന സംഖ്യ 6 ആണ് എന്നറിയാം. ഇവിടെ അതുപോലെ 9 മുത്തുകൾ 1ൻ്റെ സ്ഥാനത്ത് കാണുന്നു. 10ൻ്റെ സ്ഥാനത്ത് ഒന്നും ഇല്ല. അതിനാൽ 9 ഒന്നുകൾ മാത്രം ചേരുന്ന സംഖ്യ 9. ഇവിടെയാണെങ്കിലോ 1ൻ്റെ സ്ഥാനത്ത് ഒന്നുമില്ല, ഒന്നുകൾ 0ആണ്. 10ൻ്റെ സ്ഥാനത്ത് ഒരു 10 മാത്രം ചേരുന്ന സംഖ്യ 10 ആണെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ ഇവിടെ 1ൻ്റെ സ്ഥാനത്ത് 3 മുത്തുകൾ കാണുന്നു. 10ൻ്റെ സ്ഥാനത്ത് ഒരു മുത്തുകൾ മാത്രം, ഒരു 10ഉം 3 1ഉം 10ഉം 3ഉം 13. ഇവിടെ 1ൻ്റെ സ്ഥാനത്ത് 9 മുത്തുകളും 10ൻ്റെ സ്ഥാനത്ത് ഒരു മുത്തും, ഒരു 10ഉം 9 1ഉം 10ഉം 9ഉം 19. അടുത്തതായി ഇവിടെ 1ൻ്റെ സ്ഥാനത്ത് മുത്തുകൾ ഒന്നും കാണുന്നില്ല. 1ൻ്റെ സ്ഥാനത്ത് 0ആണ്. 2 10, 2 10കൾ മാത്രം, സംഖ്യ 20. അതുപോലെ ഇവിടെ 1ൻ്റെ സ്ഥാനത്ത് 4 മുത്തുകൾ, അപ്പോൾ 4 1 4. 10ൻ്റെ സ്ഥാനത്ത് 2 മുത്തുകൾ, 2 10 20, 20 4ഉം 24. ഇവിടെ 2 10കളും 1 2 3 4 5 6 7 8 9 ഒന്നുകളും. 1ൻ്റെ സ്ഥാനത്ത് 9 മുത്തുകൾ, 9 1 9, 2 10 20, 20ഉം 9ഉം 29. ക്യാൻ യു സേ, നിങ്ങൾക്ക് പറയാമോ? ഇൻ ദ പിക്ചർ സപ്പോസ് വി പുട്ട് 1 more bead in ones place. Here you can see a abacus. In that abacus here is 1 2 3 4 beads in ones place and 3 beads in tens place. In the picture suppose we put 1 more bead in ones place. When we put the number, here you say the number 3 tens 30 and 4 ones 4. We put 1 more bead in ones place. Now then this, here we put a bead. Now 5 ones. What is the change in the number? Here 3 tens and 5 ones. The number is 30 plus 5 35. What if 1 more bead is put in tens place? In tens place now 3 tens only. If we put 1 more bead in tens place, tens place the tens become 4. 4 tens and 5 ones. 4 tens and 5 ones 40 and 5 45. Let us make an abacus. Ask your teacher how to make an abacus. We can make abacus using a box and 2 sticks and beads. First you take a box. The box fill with some paper or thermocol. Then you put 2 sticks on that. Then you take some beads and put beads into that. It become an abacus. The right side of the legs represent ones and the left side of the leg represent tens. Here you look what is the number in the abacus below. ഈ അബാക്കസിൽ കാണുന്ന നമ്പർ ഏതാണെന്ന് കണ്ടെത്താം. In ones place here is 1 2 3 4 5 6 7 8 9 beads. So 9 ones. Tens here 3 tens and 9 ones. 30 and 9. 30 and 9 39. Write the next number
show it in this abacus. Here you see the number 3 tens and 9 ones 39. Write the next number, show it in the abacus. Here you write the number 3 tens and 9 ones 30 and 9 39. What is the next number after 39? 39 ശേഷം വരുന്ന സംഖ്യ ഏതാണ്? The number is 40. You show 40 in this abacus. In 40 there is 0 ones, so you don't put any beads in ones place, only 4 beads in tens place. Here the next number is 40. You show or draw 40 in this abacus. You know in 40 there are 4 tens only, 0. Let us draw beads. 2 beads in tens place and 6 in ones place. In this abacus you draw 2 beads in tens place. In this leg you draw 2 beads and in this leg you draw 6 beads. What is the number? 2 tens and 6 ones. You find the number. Now the number is, you find the number and write it here. How many children are there in your class? Show this number in this abacus. You write a number. Write any number, any 2-digit number and draw that number in this abacus using beads. പറയാം, അബാക്കസിൽ ഒന്നിൻ്റെ സ്ഥാനത്ത് ഒരു മുത്ത് കൂടി ഇട്ടാൽ സംഖ്യയ്ക്ക് എന്ത് മാറ്റം വരും. ഇവിടെ നോക്കൂ, ഈ കാണിച്ചിരിക്കുന്ന അബാക്കസിൽ 10ൻ്റെ സ്ഥാനത്ത് 3 മുത്തുകളും 1ൻ്റെ സ്ഥാനത്ത് 4 മുത്തുകളുമുണ്ട്. അതുകൊണ്ട് 3 10 30, 4 1 4 34 34 സംഖ്യ എന്നറിയാം. ഇനി 1ൻ്റെ സ്ഥാനത്ത് ഒരു മുത്ത് കൂടി ഇട്ടാൽ സംഖ്യയ്ക്ക് എന്ത് മാറ്റം വരും? 1ൻ്റെ സ്ഥാനത്ത് ഒരു മുത്ത് കൂടി ഇടുമ്പോൾ 5 ഒന്നുകളാവും. 5 1 5. ഇവിടെ ഒന്നും ഇടാത്തതിനാൽ ഇവിടെ മാറ്റം വരുന്നില്ല. 3 10 3 10 5 1 30 5 35. ഇനി 10ൻ്റെ സ്ഥാനത്ത് ഒരു മുത്ത് കൂടി ഇട്ടാലോ? 10ൻ്റെ സ്ഥാനത്ത് ഒരു മുത്ത് കൂടി ഇടുമ്പോൾ ഇവിടെ 4 10കളാവും. അപ്പോൾ 40. ഇവിടെ അപ്പോൾ 5 ആണ്. 40 5 45 എന്ന് ആകും. ഇനി അബാക്കസ് ഉണ്ടാക്കാൻ നിങ്ങൾ ഒരു തെർമോക്കോളോ അല്ലെങ്കിൽ ഒരു ബോക്സോ എടുക്കുക. പേസ്റ്റും മറ്റോ വരുന്ന ബോക്സ് ആയാൽ മതി. ഈ ബോക്സിനുള്ളിൽ കുറച്ച് പേപ്പറോ അല്ലെങ്കിൽ തെർമോക്കോളോ എന്തെങ്കിലും കയറ്റി വെച്ച് അല്പം ബലപ്പെടുത്തണം. കാരണം ഇതിനകത്ത് 2 കമ്പുകൾ ഇങ്ങനെ തറച്ചു വെക്കണം. ആയതിനാൽ ഒരു കമ്പിൽ 9 നിങ്ങൾ ആദ്യം കുറച്ച് മുത്തുകൾ കൂടി ശേഖരിക്കണം. ഒരു കമ്പിൽ 9 മുത്തുകൾ വീതം ഇടാൻ തക്കവണ്ണം ഉള്ള രീതിയിൽ ഇതിൻ്റെ നീളം ക്രമീകരിക്കണം. മുത്തുകൾ ഇട്ട് നോക്കിയാൽ മതി. ഇട്ട് നോക്കിയിട്ട് 9 മുത്തുകൾ എവിടം വരെ കിടക്കും ആ ഭാഗം വെച്ച് കമ്പ് കട്ട് ചെയ്യുക, മുറിച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ വലത് സൈഡിലെ കാലിൽ 1 കാലിന് സമീപം 1 എന്ന് എഴുതുകയും ഇടത് സൈഡിൽ 10 എന്ന് എഴുതുകയും ചെയ്യുക. വലത് സൈഡിലെ കാല് 1നെ പ്രതിനിധീകരിക്കുന്നു, ഇടത് സൈഡിലെ കാല് 10നെ പ്രതിനിധീകരിക്കുന്നു. ഇങ്ങനെ ഒരു ഒഴിഞ്ഞ പെട്ടിയും 2 കമ്പുകളും കുറച്ച് മുത്തുകളും ഉണ്ടെങ്കിൽ നമ്മൾക്കും അബാക്കസ് ഉണ്ടാക്കാം. ചുവടെയുള്ള അബാക്കസിലെ സംഖ്യ ഏത്? നോക്കൂ, 1 2 3 4 5 6 7 8 9. 1ൻ്റെ സ്ഥാനത്ത് 9 മുത്തുകളാണുള്ളത്. അപ്പോൾ 9 ഒന്നുകൾ ഉണ്ടെന്നറിയാം. 10ൻ്റെ സ്ഥാനത്ത് 3 മുത്തുകൾ, 3 10. അപ്പോൾ 3 10 30, 9 1 9, 30 9 39 എന്ന സംഖ്യ നമ്മൾക്കിവിടെ ഈ അബാക്കസിൽ കാണിച്ചിരിക്കുന്നതായി മനസ്സിലാക്കും. ഇനി അതിൻ്റെ തൊട്ടടുത്ത സംഖ്യ എഴുതോ ഈ അബാക്കസിൽ കാണിക്കൂ. ഇവിടെ 30 9 39 ആണ്. അതിൻ്റെ തൊട്ടടുത്ത സംഖ്യ എത്രയാണ്? 40 ആണ്. 40. അപ്പോൾ 40 എന്ന സംഖ്യ ഈ അബാക്കസിൽ കാണിക്കാം. മുത്ത് വരയ്ക്കാം. 10ൻ്റെ സ്ഥാനത്ത് 2ഉം 1ൻ്റെ സ്ഥാനത്ത് 6 മുത്തും. ഇവിടെ നിങ്ങൾ 10ൻ്റെ സ്ഥാനത്ത് 2 മുത്തുകൾ വരയ്ക്കണം, 1ൻ്റെ സ്ഥാനത്ത് 6 മുത്തും. എന്നിട്ട് സംഖ്യ എത്ര എന്ന് കണ്ടെത്തി ഇവിടെ എഴുതുക. നിങ്ങൾക്ക് ഇവിടെ അറിയാം 6 ഒന്നുകളും 2 10ഉം ആണ് ഇവിടെ ഇതിൽ വരച്ചു വെക്കേണ്ടത്. അതിനുശേഷം ആ സംഖ്യ ഏതെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ കഴിയും. നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം അബാക്കസിൽ കാണിക്കൂ.
ക്ലാസ്സിൽ കുട്ടികൾ എത്രയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു രണ്ടക്ക സംഖ്യ എഴുതുക. അതിനുശേഷം ആ സംഖ്യ ഈ അബാക്കസിൽ വരച്ച് കാണിക്കുക. Adding, see the number shown in each abacus. Write the numbers, show their sum in abacus. Here we find sum using the abacus. We are adding numbers using the abacus. Look here, the number is 2 ones and 1 10. 10 plus 2 12. Here 1 10 and 3 ones 13. So we add 12 plus 13. How we add? We add, first we add the ones. In ones there is 1 2 3 4 5 beads. So we take 5 beads in this. First we add these 2 beads and these 3 beads. So the total beads here is 5. Then we take 110 110. So total 210. We add these beads. In ones place there are 3 and here 2. We add 3 and 2. Now it become 5 beads in ones place. Total 2 beads in tens place. So now the number become 25. We can add 2-digit numbers like this using abacus. തുക കാണാം, വിട്ടുപോയ കളങ്ങളിൽ സംഖ്യ എഴുതൂ, തുക അബാക്കസിൽ കാണിക്കൂ. ഇവിടെ നോക്കൂ, അബാക്കസ് ഉപയോഗിച്ച് കൂട്ടുന്ന രീതിയാണ് കാണിച്ചിരിക്കുന്നത്. ഈ അബാക്കസിൽ 12 എന്ന സംഖ്യ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ 2 ഒന്നുകളും ഒരു 10ഉം. ഇവിടെ 13, 3 ഒന്നുകളും ഒരു 10ഉം. ഇനി നമ്മൾക്ക് ഈ ഒന്നുകളുടെ മുത്തുകളും 10കളുടെ മുത്തുകളും ഒന്നിച്ചാക്കുകയാണ് ചെയ്യുന്നത്. ഇവ തമ്മിൽ കൂട്ടാനായി ഈ 3 ഒന്നുകളും 2 ഒന്നുകളും 3 മുത്തുകളും 2 മുത്തുകളും ഒന്നിച്ചാക്കിയപ്പോൾ 1ൻ്റെ സ്ഥാനത്ത് 5 മുത്തുകളായി. അതുപോലെ 10ൻ്റെ സ്ഥാനത്ത് ഇവിടെ ഒരു മുത്ത്, ഇവിടെ ഒരു മുത്ത്. ഈ ഒരു മുത്തും ഒരു മുത്തും. അപ്പോൾ 10ൻ്റെ സ്ഥാനത്ത് ആകെ 2 മുത്തുകളായി. 2 മുത്തുകൾ 10ൻ്റെ സ്ഥാനത്ത് ഹിയർ യു ക്യാൻ സി 2 tens, 2 പത്തുകൾ 20ഉം 5 ഒന്നുകൾ 5ഉം 20ഉം 5ഉം 25. അപ്പോൾ 12 അധികം 13, 12ഉം 13ഉം കൂട്ടിയപ്പോൾ 25 എന്ന് കിട്ടി. നമ്മളിവിടെ ഒന്നുകളുടെ സ്ഥാനത്തെ മുത്തുകൾ ഒന്നിച്ചാക്കി, 10കളുടെ സ്ഥാനത്തെ മുത്തുകൾ ഒന്നിച്ചാക്കി. അപ്പോൾ ഇവിടെ 2 10കളും 5 ഒന്നുകളും കിട്ടി. അപ്പോൾ സംഖ്യ 25ആയി. 12 അധികം 13 കൂട്ടിയാൽ 25ആണ് ലഭിക്കുന്നതെന്ന് അങ്ങനെ നമ്മൾക്ക് മനസ്സിലാകും. അതുപോലെ ഇവിടെ കാണിച്ചിരിക്കുന്ന ചിത്രത്തിൽ അബാക്കസിൽ കാണിച്ചിരിക്കുന്ന സംഖ്യകൾ നിങ്ങൾ കൂട്ടി നോക്കുക. ഇവിടെ 1ൻ്റെ സ്ഥാനത്തെ ഒന്നുകൾ ഈ കോളത്തിൽ ഒന്നിച്ച് വരയ്ക്കുക. ഇവിടെ 3 ഒന്നും 1 ഒന്നുമുണ്ട്. ഈ കോളത്തിൽ 3 1 4 ഒന്നുകൾ വരയ്ക്കുക. ഇവിടെ 3 10ഉം 2 10കളുമുണ്ട്. അപ്പോൾ 3 10ഉം 2 10ഉം ഇവിടെ അപ്പോൾ 5 10കൾ വരയ്ക്കുക. ഇവിടെ ഈ സംഖ്യയും ഈ സംഖ്യയും എഴുതുക. കൂട്ടിയപ്പോൾ കിട്ടുന്ന സംഖ്യ എത്ര ആണെന്നും കണ്ടെത്തി എഴുതുക. അതുപോലെ ഇവിടെ 1ൻ്റെ സ്ഥാനത്ത് ഒന്നുമില്ല. 10ൻ്റെ സ്ഥാനത്ത് 3 10കൾ മാത്രം 30 ആണ്. ഇവിടെ 10ൻ്റെ സ്ഥാനത്ത് ഒന്നുമില്ല. 1ൻ്റെ സ്ഥാനത്ത് 1 2 3 4 5 6 7 8. അപ്പോൾ 3 10 30ഉം 8ഉം. ഇവിടെ 1ൻ്റെ സ്ഥാനത്ത് ഒന്നുകൾ എല്ലാം ഇവിടെ എഴുതുക. 1ൻ്റെ സ്ഥാനത്ത് ഇവിടുത്തെ മുത്തുകളൊന്നും കൂട്ടാനില്ല. അതുകൊണ്ട് ഇവിടുത്തെ 8 ഒന്നുകൾ ഇവിടെ വരയ്ക്കുക. അതുപോലെ 10ൻ്റെ സ്ഥാനത്ത് 3 10കൾ ഇവിടെ ഒന്നും കൂട്ടാനില്ല. അതുകൊണ്ട് ആകെ 3 10. 3 10ഉം 8 ഒന്നും ചേരുന്ന സംഖ്യ എത്രയാണ്? 30ഉം 8ഉം 38 എന്ന് നമുക്കറിയാം. Add these numbers using abacus. Here you can see 1 bead in ones place and 3 beads in tens place. So the number is 30 and 1 31. Here 2 tens 20 and 3 ones 23. You add the ones. First you add the ones. Here 1 bead and here 3 bead. Total you draw. So 3 and 1 4 beads in this leg. Here 4 ones. Then you draw 3 tens and 2 tens. You draw total
3 plus 2, 5 beads in tens leg. Now you get the number in 5 beads in tens leg and 4 beads in one's leg. You find the number. Here first you write the number 3 tens and 1 1. 3 tens 30 and 1 31. Here 2 20 and 3 23. Then you draw all ones beads in this leg and all tens beads in this leg. Find the number. Here also you can see two numbers in this abacus. Here in 3 tens only, ones no ones, so the number is 30. Here 1 2 3 4 5 6 7 8 ones, so the number is 8. Here 3 tens, you draw 3 tens. Here there is no tens to add. Here 8 ones, no ones to add, so the number is 30 and 8, 30 and 8, 38. You can use an abacus in class to find sums. How about a contest with your friends? കൂട്ടുകാരുമായി അബാക്കസ് ഉപയോഗിച്ച് നമ്പർ കണ്ടെത്താനുള്ള മത്സരം നമ്മൾക്ക് നടത്താൻ കഴിയും. How many marbles you do this problem drawing the abacus? അബാക്കസ് ഉപയോഗിച്ച് ഈ നമ്പറുകൾ വരച്ച് കാണിച്ചതിന് ശേഷമാണ് നിങ്ങളിത് കൂട്ടേണ്ടത്. Ashwin has 23 blue marbles and 16 white marbles. How many marbles in all? You draw 23 and 16 in abacus and you add like this. Bipin has blue marbles and white marbles. 48 in all. What are the possible numbers of white and blue? ബിബിന് നീലയും വെള്ളയും മാർബിളുകൾ ഉണ്ട്, രണ്ടും കൂടി 48. അങ്ങനെയാണെങ്കിൽ വെള്ള മാർബിളുകൾ എത്ര, നീല മാർബിളുകൾ എത്ര എന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ചെയ്തു നോക്കാം. ഗോലികൾ എത്ര? അശ്വിൻ്റെ കയ്യിൽ 23 നീല ഗോലികളും 16 വെള്ള ഗോലികളുമുണ്ട്. ആകെ എത്ര ഗോലികളുണ്ട് എന്ന് കണ്ടെത്തണം. നിങ്ങളൊരു 23 കാണിക്കുന്ന അബാക്കസ് വരയ്ക്കുക, 16 കാണിക്കുന്ന ഒരു അബാക്കസ് വരയ്ക്കുക. എന്നിട്ട് അബാക്കസ് ഉപയോഗിച്ച് തന്നെ ഇത് രണ്ടുകൂടെ കൂട്ടി ആകെ എത്ര ഗോലികളുണ്ടെന്ന് കണ്ടെത്തുക. ബിബിൻ്റെ കൈവശം നീല ഗോലികളും വെള്ള ഗോലികളും കൂടി 48 എണ്ണം ഉണ്ടെങ്കിൽ നീല ഗോലിയും വെള്ള ഗോലിയും എത്ര എണ്ണം വീതം ഉണ്ടാകുമെന്നാണ് ഇവിടെ കണ്ടെത്തേണ്ടത്. ആകെ എണ്ണം 48. അതിൽ വെള്ള ഗോലി എത്രയുണ്ട്, നീല ഗോലി എത്രയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് കണ്ടെത്താൻ കഴിയും. ഇവിടെ 8 വെള്ള ഗോലി, അപ്പോൾ 8 എണ്ണം, ബാക്കി എത്ര എണ്ണമുണ്ട്? 40. 40 8 48. അതുപോലെ ഇനിയും പല രീതിയിൽ 48 എന്ന സംഖ്യ ലഭിക്കും. അപ്പോൾ അതിൽ ഒന്നോ രണ്ടോ രീതിയിൽ ഏതൊക്കെ അതിനുള്ള സാധ്യതകളാണ്, ഓരോ ഗോലിയും എത്ര എണ്ണം വീതമുണ്ടാകുന്ന സാധ്യതകളാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ജോയിനിങ് പാർട്സ്. വിച്ച് ഓഫ് ദ സം ഗീവ് 38? കണക്ട് ടു ദം. Among this adding, which two numbers gave 38? Add these numbers. When you get the answer 38, you draw a line and join with 38. Here are 1 2 3 4 5 6 7 8 9 10. 1 is done for you. There 10 plus, here 10 plus 28, 38. When we add 10 plus 28, the answer is 38. So we join 38 and 10 plus 28. Like this you add all this, and when you get the answer 38, you draw a line and join with 38. ഏതൊക്കെ രണ്ട് സംഖ്യകൾ ചേർന്നാൽ 38 ആകും വരച്ച് യോജിപ്പിക്കുക. ഇവിടെ കുറേ സംഖ്യകൾ കൂട്ടാനുള്ള പ്രശ്നം നൽകിയിരിക്കുന്നതായി കാണാം. നിങ്ങൾ ഇവയെല്ലാം കൂട്ടി നോക്കുക. നോക്കുമ്പോൾ 38 കിട്ടുകയാണെങ്കിൽ അതും 38 എന്ന ഈ നമ്പറിലേക്ക് വരച്ച് യോജിപ്പിക്കുക. ഇവിടെ 10ഉം 28ഉം കൂട്ടുമ്പോൾ 38 കിട്ടും. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വരച്ച് യോജിപ്പിച്ചിരിക്കുന്നു. അതുപോലെ ഇവയെല്ലാം കൂട്ടി നോക്കുക. ഏതെല്ലാം കൂട്ടുമ്പോൾ 38 കിട്ടുമോ ആ പ്രശ്നവും 38മായി വരച്ച് യോജിപ്പിക്കുക. Who has more? Rafiq and John bought a book each.
Rafiq gave 3 10-rupee notes and 4 1-rupee coins. Jobin gave 3 10-rupee notes and 12 1-rupee coins. Who gave more? First you find how much amount Rafiq gave. You draw 3 10-rupee notes and 4 1-rupee coins in your notebook. Then find how many rupees Rafiq gave. Then Jobin gave 3 10-rupee notes and 12 1-rupee coins. You draw 3 10-rupee notes and 12 1-rupee coins. Then find how much amount Jobin gave. Then you get the answer who gave more. First you find how much amount Rafiq gave. Then how much amount Jobin gave. Then you get the answer who gave more. How much did he give? The who gave more amount, how much did he give? എത്ര രൂപയാണ് കൂടുതൽ നൽകിയത്? കൂടുതൽ നൽകിയാൽ എത്ര രൂപയാണ് നൽകിയത് എന്ന് നിങ്ങൾ കണ്ടെത്തണം. ആർക്കാണ് കൂടുതൽ? റഫീഖും ജോബിനും ഓരോ പുസ്തകം വാങ്ങി. റഫീഖ് 3 10 രൂപ നോട്ടുകളും 4 1 രൂപ നാണയങ്ങളും നൽകി. ജോബിൻ 3 10 രൂപ നോട്ടുകളും 12 1 രൂപ നാണയങ്ങളും നൽകി. ആരാണ് കൂടുതൽ തുക നൽകിയതെന്നാണ് കണ്ടെത്തേണ്ടത്. ഇതിനാദ്യം റഫീഖ് എത്ര രൂപയാണ് നൽകിയതെന്ന് നിങ്ങൾ കണ്ടെത്തുക. ജോബിന് എത്ര രൂപയാണ് നൽകിയതെന്ന് കണ്ടെത്തുക. അപ്പോൾ നിങ്ങൾക്ക് ആരാണ് കൂടുതൽ നൽകിയതെന്ന് കണ്ടെത്താൻ കഴിയും. കൂടുതൽ നൽകിയാൽ നൽകിയ തുക എത്രയാണെന്ന് കൂടി കണ്ടെത്തി എഴുതുക. അനദർ പ്രോബ്ലം, കംപ്ലീറ്റ് ദ പാറ്റേൺ. യു നോ ഹൗ ഗെറ്റ് ദിസ് നമ്പേഴ്സ്. കംപ്ലീറ്റ് ദ പാറ്റേൺ. ഹിയർ യു ക്യാൻ സീ സം പാറ്റേൺസ്. യു കംപ്ലീറ്റ് ദ നെക്സ്റ്റ് 2 numbers. Here 12, 22, 32. First you find how we get 22. How much amount we add to 12 to get 22? 12 22 ആകാൻ എത്ര കൂട്ടി, 22 32 ആകാൻ എത്ര കൂട്ടി എന്ന് കണ്ടെത്തിയതിന് ശേഷം അത്രയും സംഖ്യ തന്നെ 32നോട് കൂട്ടുമ്പോൾ അടുത്തത് കിട്ടും. അതിനോട് അത്രയും തുക കൂട്ടുമ്പോൾ അടുത്തത് കിട്ടും. അങ്ങനെ പാറ്റേണുകൾ പൂരിപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് വർക്ക്, abacus again. See the number on each abacus, write in the box. Here is some numbers shown in this abacus. ഈ അബാക്കസിൽ കാണിച്ചിരിക്കുന്ന നമ്പറുകൾ എത്രയാണെന്ന് നിങ്ങൾ ഇവിടെ എഴുതിയാൽ മതി. ഇതുപോലെ നോട്ട് ബുക്കിൽ വരച്ച് നിങ്ങൾ എഴുതണം. ഷോ ദ നമ്പർ ഇൻ ദ ബോക്സ് ഓൺ ദ abacus. Here you draw the number in this abacus. Here the number 30. You draw beads in one's leg and in 10's leg. Here number is 30. You draw beads in these legs. Here number 41. You draw beads in this abacus. അടുത്ത പ്രവർത്തനം പാറ്റേൺ പൂർത്തിയാക്കാമെന്നതാണ്. ഇവിടെ 12, 22, 32 എന്ന പാറ്റേണിൻ്റെ അടുത്ത 2 സംഖ്യകൾ കൂടി എഴുതുകയാണ് ചെയ്യേണ്ടത്. 12നോട് എത്ര കൂട്ടിയാണ് 22 കിട്ടിയത്, 22നോട് എത്ര കൂട്ടിയാണ് 32 കിട്ടിയത്. അതേ സംഖ്യ 32നോട് കൂട്ടുമ്പോൾ ഇത് കിട്ടും. ആ നമ്പറിനോട് വീണ്ടും അതേ എമൗണ്ട് തുക കൂട്ടുമ്പോൾ സംഖ്യ കൂട്ടുമ്പോൾ അടുത്ത നമ്പരും കിട്ടും. 12 12ഉം 10ഉം 22, 22ഉം 10ഉം 32, 32ഉം 10ഉം 42. അടുത്ത സംഖ്യ നിങ്ങൾ അതിനോട് 10 കൂട്ടി കണ്ടെത്തുക. അതേപോലെ 25, 30, 35. 25നോട് എത്ര കൂട്ടിയാണ് 30 ആയത്? 25നോട് 1 കൂട്ടി 26, 2 27, 3 28, 4 29, 5 30. 25നോട് 5 കൂട്ടുമ്പോഴാണ് 30 വരുന്നത്. 30നോട് 5 കൂട്ടി 35. അതുപോലെ 5 കൂട്ടി അടുത്ത 2 സംഖ്യകൾ കൂടി കണ്ടെത്തുക. അതുപോലെ ഈ പാറ്റേണുകൾ നിങ്ങൾ പൂർത്തിയാക്കുക. അബാക്കസിലെ സംഖ്യ, ഓരോ അബാക്കസിലെയും സംഖ്യ ചുവടെ കളത്തിൽ എഴുതുക. ഇവിടെ അബാക്കസിൻ്റെ ചിത്രം കാണിച്ചിരിക്കുന്നു. ഈ അബാക്കസിൽ കാണിച്ചിരിക്കുന്ന സംഖ്യ ഇത് വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് എഴുതാം. അതുപോലെ നോട്ട് ബുക്കിൽ ഇത് വരച്ച് നിങ്ങൾ ചെയ്യണം. 1ൻ്റെ സ്ഥാനത്ത് 1 2 3 4 5 6 7 8 8 ഒന്നുകൾ മാത്രമുള്ള സംഖ്യ എത്രയാണെന്നാണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ 2 10കളും 1 2 3 4 5 ഒന്നുകളുമുണ്ട്. ഇവിടെ 1 2 3 4 5 10കൾ മാത്രം. ആ സംഖ്യ ഏതെന്ന് നിങ്ങൾ ഇവിടെ എഴുതണം, ഈ കോളങ്ങളിൽ എഴുതണം. അതുപോലെ ഇവിടെ കളത്തിലെ സംഖ്യ അബാക്കസിൽ വരയ്ക്കുക. 13 എന്ന സംഖ്യയെ അബാക്കസിൽ വരച്ച് കാണിക്കുക. 13ന് വേണ്ട മുത്തുകൾ 1ലും 10ലും വരച്ച് കാണിക്കുക. 30 ഈ അബാക്കസിൽ വരയ്ക്കുക. 41 ഈ അബാക്കസിൽ വരയ്ക്കുക.
അപ്പോൾ ഈ യൂണിറ്റ് ഇവിടെ തീരുന്നു. അടുത്ത ക്ലാസ്സിൽ അടുത്ത യൂണിറ്റ് തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കൂടുതലും പ്രവർത്തനങ്ങളാണ്. ഈ പ്രവർത്തനങ്ങൾ നിങ്ങൾ നോട്ട് ബുക്കിലും ടെക്സ്റ്റ് ബുക്കിലും വരച്ച് ചെയ്തു വെക്കണം.